എൻ്റെ തലവട്ടം കണ്ട വാടെ കണ്ടം വഴി ഇറങ്ങി ഓടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ബണ്ണിക്കുട്ടനാണ് ഫ്രിഡ്ജിൻ്റെ മണ്ടേ കയറി ഈ കാഴ്ചകളൊക്കെ കണ്ട് വിജൃംഭിച്ചിരിക്കുന്നുണ്ട്. സംഭവം എന്താ വെച്ചാണ്ടല്ലോ, നമ്മുടെ ആ പിപ്പിരി പൂച്ചക്ക് ഒരു സംഭവം കിട്ടിയിട്ടുണ്ടും ആ സംഭവം കണ്ടപ്പോഴത്തേക്ക് ബണ്ണിക്കുട്ടൻ പേടിച്ചു പോയി. വേഗം തന്നെ ഫ്രിഡ്ജിൻ്റെ മണ്ടേ കയറി ബാൽക്കണി കയറി സിനിമ കാണാൻ ലാഘവത്തോടെ ഇതെല്ലാം നോക്കിക്കണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഒരു തവണ ചൊറിയും തവളേനെ പിടിച്ച് പണി കിട്ടിയതാണല്ലോ, അപ്പോൾ ഇനി പണി വാങ്ങിക്കണ്ടെന്ന് ഓർത്ത് പേടിച്ചിട്ടായിരിക്കും അങ്ങനെ പോയിരിക്കണം. നമ്മുടെ പിപ്പിരി പൂച്ച സംഭവമായിട്ട് പുറത്തിരിപ്പുണ്ടും. ഇവിടെ നമ്മുടെ കുട്ടുമോനാണെങ്കിൽ തെങ്ങ് കയറി പരിശീലനം നടത്തുന്നുണ്ട്. മണ്ടയില്ലാത്ത തെങ്ങിൻ്റെ മണ്ടേ കയറി ഹീറോയിസ് അങ്ങാഞ്ച് പെമ്പിള്ളേരെ വളക്കാനുള്ള ആശാൻ്റെ സൈക്കോളജിക്കൽ മൂവാണെന്ന് തോന്നുന്നു. അവിടെ കയറുന്ന നോട്ടം നോക്കി എന്താ ഗമം. ഉയരം കൂടുന്തോറും കാഴ്ചകൾക്ക് ക്ലാരിറ്റി കൂടുമെന്നാണെന്ന് തോന്നണം കേട്ടോ. ഇവിടെ നമ്മൾ റൂബിക്കുട്ടീനെ വിടാതെ പിന്തുടരേണ്ട നമ്മുടെ മണിക്കുട്ടിയുടെ കുഞ്ഞും പപ്പൂസിൻ്റെ കുഞ്ഞും. അപ്പം ഞാൻ പിപ്പിരിയുടെ അടുത്തേക്കൊന്ന് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതാ ഒരു മൂഷികൻ നമ്മുടെ എലിക്കുട്ടനാണ് കേട്ടോ. തുറപ്പനല്ല, ഈ ചുണ്ടൊക്കെ കൂർത്തിരിക്കൂലേ ആ ഒരു എലീനെ, അതിനെ അവിടെ ഇട്ടിട്ട് അമ്മാനാടി കളിക്കുന്നുണ്ടായിരുന്നു. കുട്ടുമോൻ ഇടയ്ക്ക് ചെന്ന് കാര്യം അന്വേഷിക്കാൻ വന്നപ്പോൾ അവനെയും വിരട്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് പോയാടാ, ഇത് ഞാൻ ആർക്കും തരില്ല എന്നും പറഞ്ഞ് അവിടെ കളിക്കുന്നുണ്ടും. പിപ്പിരിയുടെ സ്വഭാവം അനുസരിച്ച് ഇത് പിപ്പിരി പിടിച്ചതല്ല. പിപ്പിരിക്കാണെങ്കിൽ ഒരു പാറ്റേനെ പോലും പിടിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇത് മിക്കവാറും നമ്മുടെ പപ്പൂസ് പിടിച്ചുകൊണ്ടെന്ന് അകത്തുകൊണ്ടെന്ന് വെച്ചതായിരിക്കാം. ഇനി എന്താണാവോ പാമ്പിനായിട്ട് പറഞ്ഞത്. ഇവിടെ പാമ്പ് ഇല്ലാണ്ടാന്നോ അല്ലെങ്കിൽ അതിനെ വെറ്റിക്കൊടുന്നു തന്നെ കേട്ടോ. എലിക്കുട്ടനെ ആദരപൂർവ്വം അടക്കാന്ന് കരുതി ഞാൻ കൊണ്ട് താഴെ വച്ചതേ ഓർമ്മയുള്ളൂ. നമ്മൾ റൂബിക്കുട്ടി വേഗം തന്നെ ക്യാച്ച് ചെയ്ത് ജീവനോടിരിക്കണ ഒരെണ്ണത്തിനെ പോലും പിടിക്കാൻ ഗഡ്സില്ലാത്ത ആൾക്കാരാണ് ചത്തുപോയതിൻ്റെ പുറകെ നടക്കുന്നതിലും. എന്താണ് അവസ്ഥ. റൂബിക്കുട്ടി അതിനെ മണപ്പിച്ച് അവിടെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് സംഭവിച്ചത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബണ്ണിക്കൂട്ടം വന്ന് അതിനെ ക്യാച്ച് ചെയ്തെടുത്തുകൊണ്ട് കേട്ടോ. എത്രയോ നാൾക്ക് ശേഷമാണ് ബണ്ണിക്കൂട്ടം ഇതേപോലെ ഒരു സാധനത്തിനെയും പിടിച്ചുകൊണ്ട് നിൽക്കണം ഞാൻ കാണുന്നതും. ചെറിയനാളും അവിടുത്തെ പണി നിസ്സാരമൊന്നുമല്ലായിരുന്നു. ഒന്നൊന്നര പണിയായിരുന്നു. അതിപ്പിന്നെ ആ ശനി വക പരിപാടിക്കൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഇവിടെ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ ബബുലൂട്ടനാണെങ്കിൽ വായും പൊളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. നിനക്കൊന്നും വേറെ പണിയില്ല, ബോറടിക്കുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുന്ന മട്ടിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ബണ്ണിക്കൂട്ടനാണെങ്കിൽ പിന്നെ അതിനെ തന്നില്ല, പിന്നെ ഒരു കണക്കിനെ പിടിച്ച് കുഴിച്ചിട്ടതൊക്കെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായി ലൈക്ക് മറക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.